വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഇന്ത്യയിലെ വാഹന ലോകം. അതിനൊരു ഉദാഹരണമാണ് വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പുതിയ സാങ്കേതിക വിദ്യ തേടി കമ്പനികൾ പരക്കം പായുന്നത്. ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളോട് പ്രിയം കൂടിയതോടെ കമ്പനികൾ വാഹനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. പെട്രോളും ഡീസലും അടിച്ച് കാശ് കളയണ്ട എന്ന ചിന്ത, ആ ഒരു ചിന്തയോടെയാണ് പലരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുന്നത്. ഇപ്പോഴിതാ വാഹന ലോകത്ത് ചർച്ചയാകുന്നത് കിയ അവതരിപ്പിക്കാനൊരുങ്ങുന്ന പുതിയ ഇലക്ട്രിക് പതിപ്പായ കാരൻസിനെ കുറിച്ചാണ്. കാരൻസിന്റെ പെട്രോൾ ഡീസൽ പതിപ്പ് വാഹന ലോകം ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ സ്റ്റൈലും ഡിസൈനും ഇലക്ട്രിക് പതിപ്പിൽ കിയ അവതരിപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഹുണ്ടായിയുടെ സഹോദര ബ്രാൻഡാണ് കിയ. അതുകൊണ്ട് തന്നെ ക്രെറ്റയുടെ ബാറ്ററി പാക്കും ചില സാങ്കേതിക വിദ്യകളും കാരൻസിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 42 കിലോ വാട്ട്, 51.4 കിലോ വാട്ട് എന്നിങ്ങനെ 2 ബാറ്ററി പാക്കുകളിലായിരിക്കും കാരൻസ് പുറത്തിറങ്ങുന്നത്. ഇതിന് യഥാക്രമം 390 കിലോമീറ്ററും 471 കിലോമീറ്റർ എന്നിങ്ങനെ റേഞ്ച് ലഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 170 bhp പവറും 255 Nm ടോർക്കും ഈ വാഹനം പുറപ്പെടുവിക്കും. ലെവൽ 2 ADS, കിയ കണക്ട് 2.0, പനോരമിക് സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റ് തുടങ്ങിയവയും കാരൻസിലെ അധിക സവിശേഷതകളായിരിക്കും. 6 എയർ ബാഗുകൾ എല്ലാ വകഭേദത്തിലും ഉണ്ടായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇനി വിലയുടെ കാര്യത്തിലേക്ക് കടന്നാൽ 20 ലക്ഷത്തിനടുത്ത് വരുമെന്നാണ് വിവരം. ടോപ്പ് എൻഡ് വകഭേദങ്ങൾക്ക് 30 ലക്ഷത്തിനടുത്ത് വരെ വന്നേക്കാം. 7 സീറ്റർ വിഭാഗത്തിൽ ഇത്തരമൊരു ഇലക്ട്രിക് വകഭേദം വരുന്നത് കിയയെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും.